ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് റെസിപ്പീസും ഉണ്ട്. കേരള വീശി പൊറാട്ടയുടെ റെസിപ്പിയും പിന്നെ മദർ ഇൻ ലോൻ്റെ ചേമ്പും തണ്ട് വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയും പിന്നെ ബീഫിൻ്റെ റെസിപ്പിയും പിന്നെ സൂപ്പർനോവ പിക്കിൾ പൗഡർ വെച്ചിട്ട് ഒരു പിക്കിൾ ഉണ്ടാക്കുന്ന റെസിപ്പിയുമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊരു ഫ്രൈഡേ എടുത്തതാണ്. ഇപ്പോൾ സമയം രാവിലെ 6:30 ആയി. അപ്പോൾ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു. ഇത് ഞാൻ തലേ ദിവസം പൊറോട്ടയ്ക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ട് അടച്ചു വെച്ചതായിരുന്നു. അപ്പോൾ ഞാനിത് തലേ ദിവസം എങ്ങനെയാണ് കുഴച്ച് വെച്ചതെന്നൊന്ന് കാണിക്കാം. ഞാനിവിടെ 2.25 കിലോഗ്രാം മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പച്ച വെള്ളമാണ് ആവശ്യമുള്ളത്. ചൂടാക്കൊന്നും വേണ്ട, പച്ച വെള്ളമാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ്, അതായത് അപ്പക്കാരം. അപ്പക്കാരം ഒരിക്കലും ഇതിൽ കൂടാൻ പാടില്ല. കൂടി കഴിഞ്ഞാൽ നമുക്ക് മാവ് വീശാൻ കഴിയില്ല. അതിങ്ങനെ മുറിഞ്ഞ് അങ്ങനെ പോരും. അതുകൊണ്ട് ഇത് കൂടാതെ നല്ലോണം ശ്രദ്ധിക്കണം. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. കുറച്ചുണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പൊറോട്ടയിലേക്ക് ശരിക്കും മുട്ടയുടെയോ അല്ലെങ്കിൽ പാലിൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊറോട്ട കിട്ടും. അപ്പോൾ നമ്മളത് കുഴയ്ക്കുന്ന ആ ഒരു കാര്യത്തിലാണ് നമ്മളുടെ പൊറോട്ടയുടെ പെർഫെക്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ആവരുത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് കുറച്ചധികം മാവുള്ളത് കാരണം കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിലും കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴിയുന്നത്ര നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു പരുവത്തിലാവുമ്പോൾ, അതായത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കയ്യിൽ നിന്നൊക്കെ വിട്ട് നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം കുഴച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. പിന്നെ ലാസ്റ്റിൽ ഇങ്ങനെ പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ, ഇതുപോലെ നല്ല വിട്ടിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് കിട്ടും. ഇനി നമുക്ക് ഒന്ന് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എത്ര വലിപ്പം വേണമെങ്കിലും ആക്കാം. നമുക്ക് വലിയൊരു ബോളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 2 പൊറോട്ട ഉണ്ടാക്കാം. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു പൊറോട്ട തന്നെ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ കട്ട് ചെയ്തപ്പോൾ ചിലത് വലുതും ചിലത് ചെറുതൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീശുന്ന സമയത്ത് ഒരു പൊറോട്ടയോ 2 പൊറോട്ടയൊക്കെ എന്നുള്ളത് അതിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് ഡിസൈഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം. മാവ് നല്ലൊരു ബോളാക്കിയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ എല്ലാം ഇതുപോലെ ബോളാക്കി എടുക്കുക. അപ്പോൾ എല്ലാ ബോളുകളും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു പാത്രത്തിലോ, ഞാനിപ്പോൾ ഇവിടെ കൗണ്ടർ ടോപ്പിലാണ് വെക്കുന്നത്, കുറച്ച് എണ്ണയാക്കിയിട്ട് ഓയിലാക്കിയിട്ട് എല്ലാ ബോളുകളും ഓയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് വെക്കണം. അപ്പോൾ ഇത് പ്ലേറ്റിലാണെങ്കിൽ പ്ലേറ്റിലൊക്കെ, എനിക്ക് കുറച്ചുകൂടെ കൂടുതലുള്ളത് കാരണം ഞാൻ ഇവിടെ തന്നെ കൗണ്ടർ ടോപ്പിൽ തന്നെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പോൾ എല്ലാത്തിലും ഓയിൽ കോട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതാണ് അവിടെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലൊരു കോട്ടൻ്റെ ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുണ്ടൊക്കെ ഒന്ന് നനച്ചിട്ട് പിഴിഞ്ഞിട്ട് ഇതിന് മുകളിലിടണം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ളതാവണം കേട്ടോ, നമ്മൾക്ക് കഴിക്കാനുള്ളതാണ്.
അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം പിഴിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഞാനിതിൻ്റെ മുകളിൽ ഒരു ന്യൂസ് പേപ്പറും കൂടെ വെക്കുന്നുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ അത് പാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പാറ്റിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം രാത്രി ചെയ്തു വെച്ചതായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് മാവ്. ഇപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ വീശാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ഇനി. അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടത് മൈദപ്പൊടി കുറച്ച് വേണം, പിന്നെ കുറച്ച് ഓയിലും കൂടെ വേണം. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് അധികം ഓയിൽ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊന്നും എപ്പോഴും ഉണ്ടാക്കുന്നതൊന്നും നല്ലതല്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഓരോ ബോളുകൾ എടുത്തിട്ട് നമുക്ക് വീശണം. അപ്പോൾ എങ്ങനെയാണ് വീശുന്നതെന്നൊക്കെ ഞാനിതിൽ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഒന്ന് ഇങ്ങനെ കുറച്ച് കൗണ്ടർ ടോപ്പിൽ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ നീട്ടി കൊടുക്കണം. അത് നമ്മൾ വിരലുകൾ വെച്ച് ഒരിക്കലും പ്രസ് ചെയ്യരുത്. നമ്മൾ നൈസായിട്ടൊന്ന് ഇങ്ങനെ ഞാൻ കാണിക്കുന്നില്ല, സ്മൂത്തായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക് അങ്ങനെ വലുതായി വന്നോളും. മെല്ലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പമാകുമ്പോൾ നമ്മൾ വീശാൻ തുടങ്ങുക. അപ്പം അതിന് കൈ വെക്കുന്നത് ഇങ്ങനെയാണ്, നല്ലോണം ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വീശാൻ കഴിയും. എന്നിട്ട് വീശി കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് വീശാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ അപ്പോസോടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വീശാൻ കഴിയില്ല, അത് മുറിഞ്ഞു പോകും. അപ്പോൾ ഇതിവിടെ കൗണ്ടർ ടോപ്പ് തീരെ വീതി ഇല്ലാതുകൊണ്ട് നമുക്ക് അധികം വീശാൻ കഴിയണില്ല. എന്നിട്ട് നമ്മളിങ്ങനെ എഡ്ജിലൊക്കെ കട്ടിയുള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഒന്ന് വലിച്ച് നീട്ടി കൊടുത്താൽ മതി. അപ്പോൾ നല്ല കട്ടിയില്ലാതെ ആയി കിട്ടും. നല്ല പേപ്പർ പോലെ നല്ല നൈസായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിന് മുകളിൽ ഓയിൽ തടവി കൊടുക്കണം. കൈകൊണ്ട് സ്പ്രിങ്കിൾ ചെയ്താലും മതി, അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഓയിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് മുകളിൽ കുറച്ച് മൈദപ്പൊടി വിതറി കൊടുക്കണം. എല്ലാ ഭാഗങ്ങളിലും ആവാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ലെയർ ആയിട്ടുള്ള പൊറോട്ട കിട്ടുക. എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് എടുത്തിട്ട് അത് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇത് അത്യാവശ്യം വലിയൊരു പൊറോട്ടയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് 2 പൊറോട്ടയ്ക്കുള്ള റോളാക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് കണ്ടോ, ഇത് കുറച്ച് വലുതാണ്. ഇനി നമ്മളിത് നേരത്തെ എടുത്ത മുണ്ടിനടിയിൽ തന്നെ, ആ കോട്ടൺ മുണ്ടിനടിയിൽ തന്നെ വെക്കണം. ഇനി അടുത്ത ബോൾ എടുക്കുക. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ബോളും ഇതുപോലെ വീശിയെടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇതുപോലെ നൈസായിട്ടൊന്ന് വലുതാക്കി കൊടുത്ത് കൈ വയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ വെച്ചിട്ട് വീശി കൊടുക്കുക. വീശിയതിന് ശേഷം കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടുക. അപ്പം നല്ലോണം വലുതായി വരും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് വീശാനും കഴിയും, വലുതായി കിട്ടുകയും ചെയ്യും. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇത് ഇപ്പോഴും നല്ല പൊറോട്ടയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് എണ്ണ തടവി കൊടുക്കുക, മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ സെൻറ്ററിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതാ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് പിടിച്ചിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതും റോൾ ചെയ്തിട്ട് ആ കോട്ടൺ മുണ്ടിൻ്റെ അടിയിൽ തന്നെ വയ്ക്കുക. ഇനി അടുത്ത ബോൾ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുക. അങ്ങനെ എല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ പൊറോട്ടയിലേക്ക് മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് ഷെയ്. അപ്പോൾ പൊറോട്ടയിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഈ മുട്ട റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ മുട്ട റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള മുട്ടയ്ക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ബോളും ഇതുപോലെ വീശിയിട്ട് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ 2 പൊറോട്ട കിട്ടും ഒരു ബോളിൽ നിന്ന് തന്നെ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ റോൾ ചെയ്തിട്ട് ആ മുണ്ടിനടിയിലേക്ക് വെക്കുകയാണ്.
മുട്ട റോസ്റ്റിലേക്കാവുമ്പോൾ കുറച്ചധികം സവാള ആവശ്യമുണ്ട്. അപ്പോൾ സെയ്റ അതൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ആ കൂടെ ഹറിബറി ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ അധികവും ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഹോളിഡേയ്സിലേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നില്ല, കാരണം ഞാനും ഷെയും ബിസി ആയിരുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ അവൾ സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പാനിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഒരുമിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വീശിയിട്ട് റോൾ ചെയ്ത് വെച്ച ഓരോ ബോളും ഇതുപോലെ പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വീശി റോൾ ചെയ്ത് വെച്ച ബോൾ വേണം ആദ്യം എടുക്കാൻ. അപ്പോൾ കുറച്ച് നേരം റോൾ ചെയ്തിട്ട് അങ്ങനെ ഇരുന്നാലുള്ളൂ നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ പരത്തുന്ന സമയത്ത് കയ്യിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് വെച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഈ ഭാഗം വെച്ച് പരത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ വിരൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയും കുഴിഞ്ഞും പൊങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ റോളർ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുത്താലും മതി. അപ്പോൾ അടിപൊളി മുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി പൊറോട്ട ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ പൊറോട്ട ചുട്ടെടുക്കാനുള്ള പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പൊറോട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലും ഒന്ന് ഓയിലൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പാൻ ആദ്യം നല്ലോണം ചൂടാക്കിയെടുക്കണം. അതിനുശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ നല്ല ഹൈ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ കരിഞ്ഞ കളർ വരും. അപ്പോൾ ഇത് മെല്ലെ മെല്ലെ നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചുട്ടെടുത്താൽ മതി. നമ്മൾ ഒരു വശം തന്നെ ഇങ്ങനെ കുറേ നേരം വെക്കരുത്. അപ്പോൾ ആ ഒരു ഭാഗം ഹാർഡായി പോവും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുമ്പോൾ ഓയിലും ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് ഇത് തീയിൽ നിന്നും മാറ്റാം. എന്നിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഒരു രണ്ടല്ല മൂന്നോ നാലോ ഒക്കെ പൊറോട്ട റെഡിയായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് സൈഡിൽ കൊട്ടി കൊടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും. ഇത് ചൂടോടെ തന്നെ ചെയ്യണം, അപ്പോഴാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ചുട്ടെടുക്കണം. അപ്പോൾ ഇവിടെ ഓരോരുത്തരായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് അസ്കർ ഖാൻ്റെ ബ്രദറിൻ്റെ മോനാണ് നിദാൽ. അവന് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട. അവനൊരു പൊറോട്ട ഫാനാണ്. അപ്പോൾ ഏകദേശം പൊറോട്ടയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഉപ്പ ടൗണിൽ നിന്ന് വന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ആദ്യം തന്നെ വേഗത്തിൽ ഓടി ചെല്ലുന്നത് എന്തിനാന്ന് വെച്ചാൽ മിഠായിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇതൊന്നും ഉള്ളിലേക്ക് കയറ്റി വെക്കാനൊന്നും വേണ്ടിയിട്ടല്ല. അപ്പോൾ പൊറോട്ട പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 50ഓളം പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എത്ര വലുപ്പം എടുക്കുന്നോ അതിനനുസരിച്ചിരിക്കും പൊറോട്ടയുടെ എണ്ണം. അപ്പോൾ ഞാൻ ചിലത് വലുതായിരുന്നു, ചിലത് ഒരു മീഡിയം സൈസായിരുന്നു, അങ്ങനെയൊക്കെയാണ് ചുട്ടെടുത്തത്. എന്നിട്ട് ഒരു 50 പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല കട്ടൻ ചായയും അതിൻ്റെ കൂടെ പൊറോട്ടയും മുട്ട റോസ്റ്റും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്.
നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആ വീശുന്ന ആ ഒരു മെത്തേഡൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. അപ്പോൾ ഹെൽപ്പിന് വരുന്ന എത്താത്ത ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ്. അടിച്ചുവാരി തുടക്കലാണ് മെയിനായിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ആ പ്ലേറ്റുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാനും ഉമ്മയും ഇവിടെ പുറത്ത് ചേമ്പിൻ്റെ തണ്ട് മുറിച്ചെടുക്കുകയാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തണ്ട് മുറിച്ചെടുക്കുകയാണ്. ഇനി ഈ ചേമ്പും തണ്ടിൻ്റെ മുകളിലുള്ള തൊലിയൊക്കെ ഒന്ന് കളയണം നമ്മൾ. ഈ ഒരു എന്താ പറയുക, മുരിങ്ങക്കായൊക്കെ തൊലി കളയുന്നത് പോലെ അങ്ങനെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇത് ഈ കറിയിലേക്കുള്ള കാന്താരി മുളകാണ്. അപ്പോൾ അതും കൂടെ പറിച്ചെടുത്തു. അപ്പോൾ ഈ ചേമ്പും തണ്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം, തൊലിയൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഓൾറെഡി ലേറ്റ് ആയത് കാരണം വിറകടുപ്പൊന്നും കത്തിക്കുന്നില്ല. ഈ ഒരു തെർമൽ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. പിന്നെ കുറച്ച് ചോറ് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലും ഉണ്ട്. അപ്പോൾ അതും ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ ചേമ്പും തണ്ട് കറിയിലേക്കുള്ള തേങ്ങ ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ ചേമ്പും തണ്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചേമ്പും തണ്ടെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, ഒരു 5 വിസിൽ വേണ്ടി വരും. ഇത് ഈ കറിയിലേക്കുള്ള തേങ്ങയാണ്. അതിലേക്ക് ഒരു 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. ഒരു 8-10 ചെറിയ ഉള്ളി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇതെല്ലാം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇന്ന് ലഞ്ചിന് ചേമ്പ് തണ്ട് കറിയും ബീഫും പിന്നെ ബീട്രൂട്ട് തോരനുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് വേഗത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഷെയ്യുടെ ബീഫിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് തൊലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ഒക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ ഒരു സവാള, ഒരു തക്കാളി, ഇവയെല്ലാം കട്ട് ചെയ്തിട്ട് ഒന്ന് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ബീഫ് വെന്ത് വരുമ്പോഴത്തേക്കും ചേമ്പും തണ്ട് കറി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ, ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി ഒന്ന് കുതിർത്ത് നമുക്കതിൻ്റെ വെള്ളം എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച കാന്താരി മുളകാണത്. അപ്പോൾ സാധാരണ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ചേമ്പും തണ്ട് വേവിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഈ ഒരു പുളിയുടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം.
ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 3 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. ഇനി കറി ഒന്ന് വറവിടണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു. കുറച്ച് വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ അടിപൊളി ചേമ്പ് തണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഷെയ്യയുടെ ബീട്രൂട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ചിരകി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ എൻ്റെ ബ്രദറും ഷംസി മക്കളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ യാദൃശ്ചികമായിട്ട് വന്നതാണ്. ബീട്രൂട്ട് തോരൻ തയ്യാറായി കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ചെറുതായിട്ട് ക്ലീനിങ്ങും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോഴേക്കും ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു സവാള ചതുരത്തിൽ അരിഞ്ഞതും ഒരു 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ബീഫിന് ആ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലോണം കിട്ടും. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുക്കറിൽ കുറച്ചും കൂടെ ഇതിൻ്റെ ഗ്രേവി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ബീഫിലേക്ക് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ആ ഗ്രേവി കുറച്ചായി ഒഴിച്ച് ഇപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ബീഫും റെഡിയായി. അപ്പോൾ ഞങ്ങളുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉപ്പയും ബാക്കിയുള്ളവരൊക്കെ പള്ളി കഴിഞ്ഞ് വന്നു. ജുമ കഴിഞ്ഞ് വന്നു. ഫ്രൈഡേ ആയിരുന്നു അന്ന്. അപ്പോൾ ഉപ്പക്ക് ചോറ് കൊടുക്കുകയാണ്. ഇത് ഞങ്ങളുടെയും കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഞങ്ങളും ചോറൊക്കെ കഴിച്ചു. ഷെയ് അവിടെ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇത് നോമ്പിന് വെള്ളം കലക്കിയപ്പോൾ ബാക്കി വന്ന അതിൻ്റെ ആ തോട് ഇട്ട് വെച്ചതാണ്, നാരങ്ങയുടെ തോട് ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് സുർക്കയും ഉപ്പും ഇട്ടിട്ട് അതിൽ ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടൊരു പിക്കിൾ ഉണ്ടാക്കുകയാണ്. സൂപ്പർനോവൻ്റെ പിക്കിൾ പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ
കുറച്ച് നല്ലെണ്ണയാണ്, പിന്നെ കുറച്ച് ഉലുവപ്പൊടി, ഉലുവ, കടുക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതൊക്കെയാണ് ഈ ഒരു പിക്കിൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ കടുക് എന്നിവ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൂപ്പർനോവ പിക്കിൾ പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 3 ടേബിൾ സ്പൂണും അത് കഴിഞ്ഞ് പിന്നെ 3 ടേബിൾ സ്പൂണും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ സുർക്കയോടുകൂടി നാരങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ കുറച്ചും കൂടെ പിക്കിൾ പൗഡർ ഇട്ട് കൊടുത്തു എന്ന്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ബാക്കിയുള്ള നാരങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ച് വന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 3/4 മണിക്കൂറോളം നല്ല ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അപ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു, മഞ്ചേരിയിലേക്ക്. നമ്മളുടെ ദുരിതാശ്വാസത്തിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ ആദ്യം ഇംപെക്സിലേക്കാണ് പോയത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹോം സോൺ പാത്രപുര എന്ന് പറയുന്ന ഷോപ്പിലും പോയി. ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് തിരിച്ചു പോയ സമയത്ത് ഒരു 6:45, 7 മണിയൊക്കെ ആയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ സമയം നല്ലോണം ഇരുട്ടി. അപ്പോൾ ഞങ്ങളപ്പോൾ പോയത് എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്കാണ്. അവിടെയാണ് എൻ്റെ പാരൻസൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒന്നും കൂടെ മഞ്ചേരിയിലേക്ക് പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങൾ ദുരിതാശ്വാസത്തിലേക്കുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചത് അവർക്ക് സ്റ്റോക്കൊന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ ബ്രദറിൻ്റെ വീട്ടിൽ പോയതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് മഞ്ചേരിയിലേക്ക് വന്നു. ഫർസ എന്ന് പറയുന്ന ഹോട്ടലിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു അന്നത്തെ എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.